അമരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആദ്യം എന്നെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഡയറക്ടർ ഭരതേട്ടൻ വിളിച്ച് പറഞ്ഞു എന്നോട് ഫുൾ കഥയും ആലപ്പുഴ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഷൂട്ടിങ് ദിവസം തുടങ്ങുക. അവൻ്റെ പ്രൊഡ്യൂസർ ബാബു എല്ലാവരും ഉണ്ട്, കീത്തോ ഉണ്ട്, ഭരതേട്ടനുണ്ട്. ഭരതേട്ടൻ പതുക്കെ വിട്ടുന്നുണ്ട്. റൂമിൽ വിളിച്ച് കഥ പറയുക, വീഡിയോ ഒക്കെ വലിച്ച് മുടിയൊക്കെ ഇങ്ങനെ തട്ടി ഇതാണ് കഥ. അവനകത്ത് ഇതാണ് നിൻ്റെ ക്യാരക്ടർ, ഇതാണ് വളരെ പ്രധാനമായ ക്യാരക്ടറാണ്. കഥയെല്ലാം ക്യാരക്ടറെല്ലാം പറഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു ഈ ക്യാരക്ടർ മോശമായെങ്കിൽ പടത്തെ ബാധിക്കും. പടത്തെ ബാധിക്കും. ഞാനതോടെ എൻ്റെ പകുതി ജീവനങ്ങ് പോയി കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് പുള്ളിയെ പറഞ്ഞങ്ങ് വളരെ സീരിയസായിട്ട് പതുക്കെ അത് കഴിഞ്ഞിട്ട് പുള്ളി വീഡിയോ കുറിച്ച് അങ്ങനെയൊക്കെ നടന്നൊക്കെ പോവാം റൂമിൻ്റെ അങ്ങോട്ടൊക്കെ. ഞാനിരുന്ന് ആലോചിക്കും എന്താ ഇപ്പോൾ പറയണ്ടേ ഇപ്പോഴും. ഞാൻ ആലോചിച്ചു തിരിച്ച് എറണാകുളത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് വിട്ടാലോ ഞാൻ ആലോചിച്ചു. കാരണം ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് പകുതി കൊണ്ടുപോയി. അപ്പം പുള്ളി എന്നിട്ട് ഇടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ഇവൻ എന്താ പറയുന്നുള്ളത് നോക്കുന്നുണ്ട്. ഇപ്പം ഇവനെ കൊണ്ട് സാധിക്കുമോ പറ്റുമോ എന്നുള്ള എനിക്ക് ഭയങ്കര പേടിയായി. അവസാനം ഞാൻ പറഞ്ഞു എന്ത് പറയുന്നു നീ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം ചേട്ടാ എന്ന് പറഞ്ഞു. പുള്ളിക്ക് ആശ്വാസമായി. മതി അത് മതി. വീട് 2 വീട് വലിച്ച് അങ്ങോട്ട് ഇട്ടു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത പുസ്തകങ്ങൾ കാര്യങ്ങളായി. ഞാൻ പേടിച്ചാൽ പറയുന്ന വാസ്തവത്തിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരു ഭയം വല്ലാതെ തോന്നിയത്. അപ്പോൾ അത് പിന്നെ എന്തോ ദൈവാനം കൊണ്ട് ആ പടം സൂപ്പർ ഹിറ്റായി. എല്ലാ ക്യാരക്ടേഴ്സും സക്സസ്ഫുള്ളായി. അതിനകത്തെ പടം എല്ലാം കൊണ്ടും. അതുകൊണ്ട് 18-19 ദിവസം കൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്താൽ അല്ലല്ല അയ്യോ അതൊരു 40-45 ദിവസം ഷൂട്ട് ചെയ്തത്. ഒരുപാട് സമയം എടുത്താൽ. അല്ല അതിനകത്ത് സമയം എടുക്കേണ്ട സംഭവം അതിനകത്ത് ഉണ്ട്. പിന്നെ ഭയങ്കര ബിഗ് സ്കെയിൽ.